വാട്സ്ആപ്പ് ഗീസ് ബോക്സ് മിനിന്ന് നാസിമാണ്. പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് 15,000 രൂപയ്ക്ക് താഴെ കിട്ടുന്നതിൽ വെച്ച് നല്ല മൊബൈൽ ഫോണുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്ന. ഇന്നത്തെ ഒരു വീഡിയോയിൽ 15,000 രൂപയ്ക്ക് നമുക്ക് വർത്ത് ആയിട്ടുള്ള ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ, ക്യാമറ മൊബൈൽ ഫോൺ, ഇത്തരത്തിലുള്ള മൊബൈലിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളെ പറയുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലെയും ഫാമിലിയും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. ആദ്യം വൈകിട്ട് നേരം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് ഗോ. ഈ ഒരു ലിസ്റ്റിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 15,000 രൂപയ്ക്ക് താഴെ നമുക്ക് എടുക്കാൻ പറ്റിയ ദ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഏതൊക്കെയാണെന്നാണ്. 3 മൊബൈൽ ഫോൺ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അത് 3 ബ്രാൻഡിന്റെയാണ് വരുന്നത്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് റിയൽമിയുടെ പി സീരീസിലുള്ള P3 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ദ ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ BGMI കളിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ 90 FPS ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു മൊബൈൽ ഫോണിനോട് ഒപ്പം തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ 15,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നത്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൂടെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നത്. ഡീറ്റെയിൽ നോക്കി കഴിയുകയാണെങ്കിൽ റിയൽമി P3 എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 6 Gen 4 ആണ് പ്രൊസസർ വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലും സെൽഫി ക്യാമറ 2 മെഗാ പിക്സലും വരുന്നുണ്ട്. 16 മെഗാ പിക്സലിന്റെ ഒരു ഡീസന്റ് ആയിട്ടുള്ള സെൽഫി ക്യാമറ വരുന്നുണ്ട്. 6000 mAh വലിയൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 45 വാട്ടിന്റെ ആണ് ചാർജിങ് സെറ്റപ്പ് വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സിം കാർഡ് ഈ ഒരു മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. IP69 റേറ്റിംഗ് ഈ ഒരു മൊബൈൽ ഫോണിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ തന്നിട്ടുണ്ട്. പല മൊബൈൽ ഫോൺ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ, ഇതിന് മുകളിലുള്ള പ്രൈസ് സെഗ്മെന്റിൽ പോലും നമുക്ക് IP68 ആണ് തരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൽ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് ഓഫർ കഴിഞ്ഞതിന് ശേഷം ഫ്ലിപ്കാർട്ടിൽ നിന്നും ഈ ഒരു മൊബൈൽ ഫോൺ 14,999 വാങ്ങാൻ പറ്റുന്നുണ്ട്. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 90 FPS BGMI ഒക്കെ കളിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും P3, റിയൽമിയുടെ P3 പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ ആണ്. അടുത്തതായിട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 2 ഗെയിമിംഗ് ഫോൺ കൂടിയാണ് വരുന്നത്. വിവോയുടെ ഭാഗത്തു നിന്നും അതേപോലെ ഐക്യൂന്റെ ഭാഗത്തു നിന്നും ഒരേ കമ്പനി തന്നെയാണ്. എല്ലാ ആളുകൾക്കും അറിയാം വിവോയും ഐക്യൂം ഒരേ കമ്പനി തന്നെയാണെന്ന്. പേര് മാറ്റിയാണ് വരുന്നത്. അതെ, വിവോയുടെ മൊബൈൽ ഫോൺ ആണ് എടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് വേണമെന്നുണ്ടെങ്കിൽ T സീരീസ് നിങ്ങൾ എടുക്കുക. അതേപോലെ ഐക്യു എല്ലാവർക്കും അറിയാം ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ തന്നെയാണ്. വിവോയുടെ ഭാഗത്ത് നിന്നും T4X ഐക്യുവിന്റെ ഭാഗത്ത് നിന്നും IQ Z10X ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിമെൻസിറ്റിയുടെ 7300 എന്ന് പറഞ്ഞ പ്രൊസസർ വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും കൂടിയ യമണ്ടൻ ബാറ്ററിയുമായിട്ടാണ് ഈ 2 മൊബൈൽ ഫോൺ വരുന്നത്. 6500 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഈ 2 മൊബൈൽ ഫോണിലും വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് 8 മെഗാ പിക്സൽ മാത്രമാണ്. സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഇതിലും വരുന്നില്ല. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് അല്ല വരുന്നത്. നമുക്ക് SD കാർഡ് ഇതിൽ ഇടാൻ പറ്റുന്നില്ല. 2 സിം കാർഡ് മാത്രമേ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജർ ഔട്ട് ഓഫ് ദ ബോക്സ് 2 മൊബൈൽ ഫോണിന്റെ കൂടെ കിട്ടുന്നുണ്ട്. പല കമ്പനികളും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അല്ല, ഇതിൽ കൂടിയ പ്രൈസ് സെഗ്മെന്റിൽ പോലും ചാർജർ നൽകാത്ത അവസരത്തിൽ വിവോയും ഐക്യൂം ചാർജർ 15,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു മൊബൈൽ ഫോണിൽ തരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. IP64 ആണ് റേറ്റിംഗ് വരുന്നത്. മെയിൻ ക്യാമറ ഉപയോഗിച്ച് 4K ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ 2 മൊബൈൽ ഫോണിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ദ ബെസ്റ്റ് പെർഫോമൻസ് ഓറിയന്റഡ് മൊബൈൽ ഫോൺ തന്നെയാണ് ഈ 2 മൊബൈൽ ഫോണും. പ്രൈസിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്നും 13,499 എല്ലാ ഓഫറുകളോടും കൂടി വിവോയുടെ T4X IQ Z10X നമുക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. ഒരു ഓൾ റൗണ്ടർ മൊബൈൽ ഫോൺ ആണ്. ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വേണം, കർവ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ് ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്നും വരുന്നത്. ഇൻഫിനിക്സിന്റെ Note 50S ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡിമെൻസിറ്റിയുടെ 7300 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ സെക്കൻഡറി ക്യാമറയും വരുന്നുണ്ട്. 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5500 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 45 വാട്ടിന്റെയാണ് ചാർജർ ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ട് ആയിട്ട് വരുന്നത്. JBL ട്യൂൺ ചെയ്ത സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് ഈ ഒരു ഇൻഫിനിക്സ് Note 50S വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. SD കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നില്ല. ചാർജർ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഒപ്പം തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നുണ്ട്. ബാക്ക് നമുക്ക് വരുന്നത് വീഗൻ ലെതർ ഫിനിഷിലാണ്.
സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് മൊബൈൽ ഫോൺ ആണ് ഇൻഫിനിക്സിന്റെ നോട്ട് 50S എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ ഓൾറൗണ്ടർ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് 60 FPS ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുമുണ്ട്. IP64 മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ആണ് ഇൻഫിനിക്സ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചും 4K സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇൻഫിനിക്സ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നും നിങ്ങൾക്ക് ഓഫറുകളൊക്കെ അടക്കം 14,999 ഇൻഫിനിക്സിന്റെ നോട്ട് 50S എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ പറ്റും. സാംസങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മോൺസ്റ്റർ സീരീസിലുള്ള M35 പ്രിഫർ ചെയ്യാം. ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ നമ്മൾ M35 ഉറപ്പായിട്ടും എടുക്കാൻ പറ്റിയൊരു മൊബൈൽ ഫോൺ ആണെന്ന് പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല ഡീസന്റ് ക്യാമറ ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് M35 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് സെഗ്മെന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ തരുന്നത്. 13,799 മാത്രമാണ് M35 എന്ന് പറയുന്ന സാംസങ്ങിന്റെ ഈ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 120Hz AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. എക്സിനോസിന്റെ 1380 എന്ന് പറയുന്ന ചിപ്സെറ്റ്, സാംസങ്ങിന്റെ സ്വന്തം ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ, 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. മോൺസ്റ്റർ സീരീസ് എന്ന് പറയുന്നത് തന്നെ ബാറ്ററി കപ്പാസിറ്റി ഉദ്ദേശിച്ച് തന്നെയാണ്. ടിപ്പിക്കൽ ആയിട്ട് 25 വാട്ടിന്റെ ചാർജിംഗ് സെറ്റപ്പ് മാത്രമേ ഈ ഒരു മൊബൈൽ ഫോണിലും സാംസങ് നൽകിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസിന്റെ ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നില്ല. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ടാണ്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് സാംസങ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 4 കൊല്ലത്തെ OS അപ്ഡേറ്റ് നമുക്ക് സാംസങ് M35 പ്രദാനം ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 18 വരെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നോക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. NFC സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇതേപോലെ സാംസങ്ങിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ചീപ്പസ്റ്റ് പ്രൈസ് സെഗ്മെന്റിൽ സാംസങ് M35 എന്ന് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചും നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗർല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേയിൽ സാംസങ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നി ഇതൊരു മോൺസ്റ്റർ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബൾക്കാണ് ഈ ഒരു മൊബൈൽ ഫോൺ. സ്ലിം അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ഫോൺ ആയിട്ട് M35 നിങ്ങൾ എടുക്കരുത്. അത്യാവശ്യം ബൾക്ക് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. ഏതായാലും 13,799 ഈ ഒരു മൊബൈൽ ഫോൺ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. വർത്ത് ആയിട്ടുള്ള മൊബൈൽ ഫോൺ തന്നെയാണ്. സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് 2 മൊബൈൽ ഫോൺ കൂടി വരുന്നുണ്ട്, M16 F16. ആമസോണിൽ നിന്നും M സീരീസും ഫ്ലിപ്കാർട്ടിൽ നിന്ന് F സീരീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയതാണ്. M ആൻഡ് F16 സീരീസ് നിങ്ങൾക്ക് ഏകദേശം 11,499 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട്. 15,000 രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു സീരീസിലെ അവസാനത്തെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ CMS Phone 1 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ്. ഒരു പുതിയ UI അനുഭവം നിങ്ങൾക്ക് വേണം, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ്ങിന്റെ CMS Phone 1 നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ്. പ്രൈസ് വരുന്നത് 14,999 ആണ്. വിത്ത് ഓഫറുകൾ സഹിതം ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സ്പെസിഫിക്കേഷൻ നോക്കി കഴിയുകയാണെങ്കിൽ 120Hz AMOLED ഡിസ്പ്ലേ ആണ്. മീഡിയാടെക് ഡിമെൻസിറ്റിയുടെ 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അൾട്രാ വൈഡ് ക്യാമറ ഇതിൽ വരുന്നില്ല. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ സെക്കൻഡറി ക്യാമറ, ഇതാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിന്റെ ആണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 33 വാട്ടിന്റെ ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. നമുക്ക് മോണോ സ്പീക്കർ സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ വരുന്നില്ല. ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് വരുന്നുണ്ട്. സ്ലോ ചാർജിംഗ് ബേസിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ഏകദേശം 2 മണിക്കൂർ 10 മിനിറ്റ് ഒക്കെ വേണം 100%ലേക്ക് ഈ ഒരു 5000 mAh എത്തുവാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുഡ് ആൻഡ് ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു നത്തിങ്ങിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. BGMI ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ 60 FPS നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് തന്നെ കിട്ടും. സ്റ്റേബിൾ ആയിട്ടുള്ള 4K വീഡിയോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും നത്തിങ് ഈ ഒരു മൊബൈൽ ഫോണിലൂടെ തരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നും 14,999 വിത്ത് ഓഫറുകൾ അടക്കം ഈ ഒരു നത്തിങ് ഫോണിന്റെ CMS Phone 1 സ്വന്തമാക്കാൻ പറ്റും. 15,000 രൂപയ്ക്ക് മൊബൈൽ ഫോൺ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ ഒക്കെ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ ആണ്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മൊബൈൽ ഫോൺ വാങ്ങുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ആരെങ്കിലും മൊബൈൽ ഫോൺ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലീസിലോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.